What an amazing sacrifice that Jesus died for us on the cross. ക്രൂശിൽ നമുക്കായി സ്വയം ബലി അർപ്പിച്ചതിലൂടെ എത്ര മഹത്തായ ഒരു കാര്യമാണ് യേശു അന്ന് നമുക്കായി നിർവഹിച്ചത്. Through his death and resurrection, he has brought to himself a community of people who are to live for his glory. തൻ്റെ മരണത്തിലൂടെ ക്രൂശ് മരണത്തിലൂടെ ആ ബലി അർപ്പണത്തിലൂടെ തൻ്റെ പക്കലേക്ക് ഒരു പറ്റം വിശ്വാസികളെ വലിച്ച് ആകർഷിച്ച് അടുപ്പിക്കുന്നതായിട്ടാണ് നാം ഇവിടെ കാണുന്നത്. People who are separated from God, now reconciled to God. ദൈവത്തിൽ നിന്ന് അകന്നവരായിരുന്ന ഒരു പറ്റം ജനം ഇന്ന് അവനുമായി രമ്യതയിൽ ആയി തിരികെ വന്നിരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. Part of the kingdom, his kingdom, when we were once in part of the kingdom of darkness. നമ്മൾ ഇരുട്ടിൻ്റെ ആധിപത്യത്തിന് കീഴിലായിരുന്നവർ ഇതാ അവൻ്റെ ദൈവരാജ്യത്തിൻ്റെ പങ്കാളികളായി തീരുന്ന കാഴ്ച നാം കാണുന്നു. And so we remember his death and resurrection because it was a cross and his death and resurrection that made it possible for us to enjoy this new life. അപ്പോൾ ഇന്ന് നാം ഇവിടെ പുലർത്തുന്നതായി പുതിയ ജീവിതം അതിൻ്റെ ആരംഭം കുറിക്കുന്നത് അതിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് തൻ്റെ ക്രൂശ് മരണം. But now that we are part of that new community, how do we look at the cross and how do we move forward in this life? അങ്ങനെ ഒരു പുതിയ വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗമായി തീർന്നവരായ നാം ഇന്ന് എങ്ങനെയാണ് ആ ക്രൂശിനെയും ആ ക്രൂശിലെ അവൻ്റെ പ്രവൃത്തിയെ നോക്കിക്കാണുന്നത്? I've entitled today's first message as being salt and light. ഞാൻ ഇന്നത്തെ ഈ സന്ദേശത്തിന് നാം ഉപ്പും വെളിച്ചവുമായിരിക്കുക എന്ന ഒരു തലക്കെട്ടാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. Last week when I actually prepared this message, I had a different title. ഞാൻ ഇന്നത്തെ ഈ സന്ദേശത്തിനായിട്ട് തയ്യാറെടുക്കവേ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ മറ്റൊരു തലക്കെട്ടാണ് ഇതിനായിട്ട് വെച്ചിരുന്നത്. But as I was talking to Pastor Vinod yesterday, I said God changed it around as I was praying and thinking about it, and I've come to this title. എന്നാൽ ഞാൻ പാസ്റ്റർ വിനോദുമായിട്ട് സംസാരിച്ചിരിക്കെ ദൈവം എന്നിൽ പ്രവർത്തിക്കുകയും നമ്മൾ ഉപ്പും വെളിച്ചവുമായിരിക്കുക, ഭൂമിയുടെ ഉപ്പും വെളിച്ചവുമായിരിക്കുക എന്ന ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് എനിക്ക് പ്രേരണ കിട്ടി. So I will read certain verses right through the message I'll be reading, and can I ask Sister Anita to read? Yeah. Or will you? She will read, okay. So I'll be reading from Matthew chapter 5 verse 13 to 16, and then Sister Anita will read in Malayalam. അപ്പം ഞാനിവിടെ വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുന്നതായിരിക്കും, അത് ഇംഗ്ലീഷിലും പിന്നെ മലയാളത്തിലും. You are the salt of the earth, but if the salt has become tasteless, how can it be made salty again? It is no longer good for anything except to be thrown out and trampled underfoot by men. You are the light of the world. A city set on a hill cannot be hidden, nor does anyone light a lamp and put it under a basket, but on the lampstand, and gives light to all who are in the house. Let your light shine before men in such a way that they may see your good works and glorify your Father who is in heaven. Sorry. This is Matthew chapter 5 verse 13 to 16. ഞാൻ വായിക്കട്ടെ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തൊന്നു കൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കുമാറാകട്ടെ. These few verses are part of the Gospel of Matthew, which we call Sermon on the Mount. ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിലെ മലയിലെ പ്രസംഗം എന്ന് നാം വിളിക്കുന്ന
അതിൻ്റെ ഒരു ഭാഗമാണ് നാം ഇപ്പോൾ കേട്ട ഈ വചനഭാഗം. In this passage, Jesus is actually commenting, he talks about the blessedness of those who walk with God, and he comments about the scriptures, and that's the Old Testament scriptures, and he explains, gives a new reinterpretation of scripture in light of the new realities that come in the life of Jesus. ഇവിടെ ദൈവവുമൊത്ത് നടക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് തിരുവെഴുത്തുകളുടെ വെളിച്ചത്തിൽ യേശു അവർക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കവേ നാം ഇന്ന് അനുഭവിക്കുന്നതായ പുതിയ കാല യാഥാർത്ഥ്യങ്ങളോട് യേശുക്രിസ്തുവിൻ്റെ കാലത്തെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് അതിനെ എങ്ങനെ പൊരുത്തപ്പെടുത്താം എന്നുള്ള രീതിയിൽ ഇവിടെ ദൈവരാജ്യത്തെ സംബന്ധിച്ച മർമ്മങ്ങളെ യേശു അവിടെ വെളിപ്പെടുത്തുകയാണ്. How are those who follow Jesus? How are they to live? Those who follow Jesus, how are they to live? ആ യേശുവിനെ പിന്തുടരുന്നവരായ ശിഷ്യന്മാരായി തീർന്നവരായവരൊക്കെ എങ്ങനെയാണ് അവനെ പിൻചൊല്ലേണ്ടത്, എങ്ങനെയുള്ളൊരു ജീവിതമാണ് അവർ മാതൃകയാക്കേണ്ടത്? When I graduated from the theological college, I bought a book which was a commentary by John Stott on this Sermon on the Mount. ഞാൻ ഈ തിയോളജി പഠിച്ച് അത് പൂർത്തീകരിച്ച് ഇറങ്ങവേ ഞാൻ ജോൺ സ്റ്റോട്ട് എന്ന് പറയുന്ന വ്യക്തി എഴുതിയ ഈ വേദപുസ്തക ഭാഗത്തെക്കുറിച്ച് മാത്രമുള്ള വിശകലനം ചെയ്യുന്ന ഒരു പുസ്തകം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. It is called Christian Counter Culture. അതിൻ്റെ പേരിങ്ങനെയാണ്, ക്രിസ്ത്യൻ കൗണ്ടർ കൾച്ചർ എന്ന്. What it actually means is this. അതെന്താണ് അർത്ഥമാക്കുന്നത്? It actually talks about how we as believers are supposed to live in a totally different way the world lives. എങ്ങനെ വിശ്വാസികളായ നാം ഈ ലോകത്തുള്ള മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിതശൈലി പിന്തുടരണമെന്നുള്ളതാണ് അവിടെ പറയുന്നത്. The world does things in a particular way, what we are not called to do that way. കാര്യങ്ങൾ ചെയ്യുന്നതിന് ഉള്ള ലോകത്തിൻ്റെതായ പാത മറ്റൊന്നാണ്. ആ പാതയിലൂടെ അല്ല വിശ്വാസികളായ നാം പോകേണ്ടത്. We are called to be salt and light. നാം ഈ ലോകത്തിന് ഉപ്പും വെളിച്ചവുമായിരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. Let me ask you a question. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. Today, right through this message, I'll be asking questions. ഈ സന്ദേശത്തിൽ ഉടനീളം ഞാൻ നിങ്ങളോട് ഇതുപോലെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. Pastor Vinod rightly said it may not be a comfortable message. നേരത്തെ തന്നെ ആ ഒരു സൂചന നിങ്ങൾക്ക് കിട്ടിയായിരുന്നു, അത്ര സുഖകരമായ ഒരു സന്ദേശമായിരിക്കില്ല എന്ന്. If I come and ask in the area that you are living, whether you are a salt, whether you are a blessing to people, what will they tell me? ഞാൻ നിങ്ങളുടെ അയൽപ്പക്കത്ത് വന്നിട്ട് ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ഈ സഹോദരൻ നിങ്ങളുമായിട്ട്, നിങ്ങളുടെ ഉപ്പ് വെളിച്ചവുമായിട്ട് ആ മനുഷ്യന് മാറാൻ സാധിച്ചിട്ടുണ്ട്, നിങ്ങളുടെ അനുഭവം എന്താണെന്ന് ഞാൻ ചോദിച്ചാൽ എന്തായിരിക്കും അവരുടെ ഉത്തരം? If I come and ask all your neighbors whether you are impacting them as a blessing, will they tell me that you are a blessing? നിങ്ങളുടെ അയൽപ്പക്കക്കാര് അവർക്ക് നിങ്ങളൊരു അനുഗ്രഹമാണെന്ന് സാക്ഷ്യപ്പെടുത്തുമോ? ഞാൻ വന്ന് ചോദിച്ചാൽ അതാണ് എൻ്റെ ചോദ്യം. Or will they tell me, who are you talking about? I don't even know such a person exists there. അതോ ഇനി അവരെന്നോട് ഇത് ആരെക്കുറിച്ച്, നിങ്ങൾ അങ്ങനെ ഒരാളെ ഞങ്ങൾക്ക് ഇവിടെ അറിയത്തില്ലല്ലോ, ഒരാൾ അങ്ങനെ ഞങ്ങൾക്ക് പരിചയത്തിലില്ലല്ലോ എന്നാണ് അവരുടെ മറുപടി എങ്കിൽ, then are you being the salt? Are you being the light? നമ്മൾ സ്വയം ചോദിക്കുക, നാം ജീവിക്കുന്നിടത്ത് ഉപ്പും വെളിച്ചവും ആകുന്നുണ്ടോ? If I come and ask where you are working, if I ask the people, are you a salt? Is this person a salt? Is this person a light? Is he a blessing? നിങ്ങൾ വേല ചെയ്തിടത്ത് വന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയാണ്, ഈ സഹോദരൻ അല്ലെ ഈ സഹോദരി ഇവിടെ നിങ്ങൾക്കൊരു ഉപ്പോ വെളിച്ചോ ഒക്കെ ആയി തീരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും കിട്ടുന്ന മറുപടി? If you believe that you want to move and grow in this, please pay attention to this message. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ കാര്യത്തിൽ വളരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഉപ്പും വെളിച്ചവുമായി തീരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധ വെച്ച് കേൾക്കണമേ. Now the salt and light are two metaphors Jesus using to explain the type of people we need to be. ഇവിടെ ഈ ഉപ്പ് വെളിച്ചം എന്നുള്ള ഈ രണ്ട് കാര്യങ്ങൾ അവർ ആലങ്കാരിക ഭാഷയിലൂടെ നമ്മൾ എന്തായിരിക്കണമെന്നുള്ളത് നമുക്ക് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടി, വിവേചിച്ചറിയാൻ വേണ്ടിയിട്ട് യേശുക്രിസ്തു ഉപയോഗിക്കുന്ന പ്രയോഗങ്ങൾ. So what does salt do? എന്താണ് നമുക്കറിയാം, ഉപ്പ് എന്താണ് ചെയ്യുന്നത്? It brings taste to the food. അത് നമ്മൾ ഉപ്പ് ചേർക്കുന്നതോടുകൂടി അതിന് രുചി ഏറുന്നു ആ ആഹാരത്തിന്. It preserves
certain things from becoming decayed and being destroyed. ചില സാധനങ്ങൾ ചീത്തയാവാതിരിക്കാനായിട്ട് ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം അച്ചാറോ അല്ലെങ്കിൽ ഉണക്കമീൻ ഇതൊക്കെ ചീത്തയാവാതിരിക്കാൻ ഉപ്പിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ അത് സംരക്ഷിക്കുന്ന ഒരു വസ്തുവും കൂടിയാണ്. Young children today may not even understand this because for them the only preserving thing is refrigerator. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പക്ഷേ ഉപ്പിൻ്റെ ഈ ഒരു കാര്യം അറിയണമെന്നില്ല. കാരണം അവർ എല്ലാം ചീത്തയാവാതിരിക്കാൻ ഫ്രിഡ്ജിൽ വെക്കുന്നതേ കണ്ടിട്ടുള്ളൂ. Even pickle in Malayalam. അച്ചാർ. Yeah, there's another word for pickle. What's that? Uppilittadu. You see, that is preserving of certain things so that you can eat it in after some time without it becoming decayed. പണ്ട് നമ്മൾ പറയുന്ന ഉപ്പിലിട്ടതെന്ന് അങ്ങനെ തന്നെ വിളിക്കുമായിരുന്നു ചില കാര്യങ്ങൾ, അച്ചാറുകൾ പോലുള്ളതിനെ. കാരണം എന്താ, അത് വളരെ നാൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കുവാൻ സാധിക്കും. Meat and fish and various other things are preserved with the work of salt. നമുക്കറിയാം, മാംസമാകട്ടെ അല്ലെങ്കിൽ മീനാവട്ടെ ഇതൊക്കെ നാം ഉപ്പിലിട്ട് വെച്ചാൽ പണ്ടുള്ളവർ അങ്ങനെ ദീർഘകാലം അത് കേടുകൂടാതെ So the whole area of the salt is one of preserving, giving taste, adding flavor. So you can look at that metaphor to talk about a lot of things that we are supposed to be for the world around. നിങ്ങൾ ഉപ്പ് ആയിരിക്കുക, ലോകത്തിന് ഉപ്പായിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഉപ്പ് എങ്ങനെയാണോ കേടുകൂടാതെ സാധനങ്ങൾ സൂക്ഷിക്കുന്നത്, അതിനെ സംരക്ഷിക്കുന്നത്, അതുപോലെ നാം ആയിത്തീരുക. എങ്ങനെയാണോ ഒരു പദാർത്ഥത്തിന് അതിന് രുചി കൂട്ടുന്നത്, അതുപോലെ നമ്മളോട് ഇടപഴകുന്നവർക്ക് ഒരു രുചിയുള്ള ആളുകളായിട്ട് അവരുടെ കയ്പിനകത്ത് രുചി പകരുന്നവരായിട്ട് നാം മാറുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉപ്പിനെ സംബന്ധിച്ച്. If I ask you about your family or in the place you work or about your town or about your locality, if that place is not full of life and full of health, then you are the answer. You are the salt. You are the one who's supposed to bring in the taste, the flavor, the beauty, everything to that place. You are the answer. Jesus is saying you are the salt of that place. നിങ്ങൾ ആയിരിക്കുന്ന ഇടം എവിടെയുമായിക്കോട്ടെ, നിങ്ങളുടെ വീടാകട്ടെ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഇടമാകട്ടെ, നിങ്ങൾ ഇടപെടുന്ന പൊതുസ്ഥലമാകട്ടെ, സഭയാകട്ടെ, എവിടെയും ഒരു കുറവ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അവിടെ എന്തിൻ്റെ ഒരു കുറവുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കുറവ് പരിഹരിക്കാനുള്ള കടമ, അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണ്. നമ്മളാണ് അവിടെ ആ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ അവിടെ ഉപ്പായി തീരേണ്ടത്. You are also the light of the world, which means if there is darkness there. Now we talk about our towns, we talk about our situations, we talk about wherever we are, and we say, oh, the place I'm working is terrible. But we don't think that you are the light. You are the one who's supposed to bring in light and dispel the darkness. We only complain usually. But God is saying, no, I put you there so that you may change that place. You may bring in the light. Darkness may be dispelled. എന്നാൽ നിങ്ങൾ ആയിരിക്കുന്നിടത്ത് അന്ധകാരമാണ്, അവിടെ ഇരുട്ടാണ് എന്ന് കണ്ടാൽ അതിനെ പഴി പറയുകയല്ല നമ്മളുടെ ദൗത്യം എന്ന് പറയുന്നത്. കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ വെളിച്ചമാണെന്ന്. അപ്പോൾ നാം അവിടെ വെളിച്ചം പകരുന്നവരായിട്ട് മാറേണ്ടതുണ്ട്. If there is darkness in your family, നമ്മുടെ കുടുംബത്തിൽ അന്ധകാരമുണ്ടെങ്കിൽ, if one of the members of your family, husband, wife, children, parents, if there is darkness, then God has put you there that you may bring the light, not to complain, but to bring the light, so that the life of Jesus may flow in you and be so full, and that you will dispense that light into that situation. കുടുംബ ബന്ധങ്ങളിൽ ഉള്ള എന്തെങ്കിലും ചർച്ചയില്ലായ്മ കണ്ടു കഴിഞ്ഞാൽ, അവിടെയുള്ള ബന്ധങ്ങളിൽ ശിഥിലത ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ വെളിച്ചം പകരേണ്ടവർ നമ്മളാണ്. യേശു ക്രിസ്തുവിൻ്റെതായ വെളിച്ചം നിറഞ്ഞിട്ട് നമ്മിൽ നിന്ന് അത് മറ്റുള്ളവരിലേക്ക് അത് കവിഞ്ഞൊഴുകണം. You are the salt and light of the world. നിങ്ങൾ ഈ ലോകത്തിന്റെ ഉപ്പും വെളിച്ചവുമാകുന്നു. It comes out of your inner life. In the Sermon on the Mount, Jesus talks about your inner life. In the Old Testament it was outer law, but inner life. And as you walk with God and your inner life of holiness, of godliness, then you will be able to be the salt and light. പഴയ നിയമകാലത്ത് എഴുതപ്പെട്ട ചട്ടങ്ങളാലാണ് നാം നയിക്കപ്പെട്ടതെങ്കിൽ ഈ ഉപ്പും വെളിച്ചവുമായിട്ടുള്ള കാര്യങ്ങൾ എവിടുന്നാണ് കടന്നു വരേണ്ടത്, പുറത്തേക്ക് വരണം? നമ്മുടെ ആന്തരികമായ ജീവിതത്തിനാണ്, നമ്മുടെ ആന്തരിക വിശുദ്ധിയിൽ നിന്നുമാണ്, നമ്മുടെ ആന്തരികമായ ഭക്തിയിലൂടെയാണ് ഈ ഉപ്പും വെളിച്ചവുമായിട്ട് രൂപാന്തരം പ്രാപിക്കാൻ നമുക്ക് സാധിക്കും. So Jesus talks about inner life, about prayer, about attitudes, about trust, and how you behave with other people. അപ്പം നാം എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറുന്നു, നമ്മുടെ മനോഭാവം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, ഈ കാര്യങ്ങളിലെല്ലാം നാം ഉപ്പും വെളിച്ചവുമായി തീരുവാൻ ബാധ്യസ്ഥരാണ്. Now let's take a few minutes and look back at the
through the scriptures, and that's my pattern usually, about what God says, what is God's plan right from the beginning. അപ്പോൾ നമുക്ക് കുറച്ച് നിമിഷങ്ങളെടുത്ത് ഈ തുടക്കം മുതലേ ആരംഭം തൊട്ടേ എങ്ങനെയാണ് ദൈവം ഇതിനായിട്ട് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. Due to limited time, I've taken a few examples only. ഞാൻ സമയചുരുക്കം മൂലം വളരെ കുറച്ച് തിരുവെഴുത്തുകളിൽ നിന്നുള്ള ഭാഗങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. We're going to look at Genesis chapter 12. Anita, are you ready? If you are ready, Genesis chapter 12 verse 1 to 3, please. നമുക്ക് ഉൽപ്പത്തിയുടെ 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. നിന്റെ പേർ വലുതാക്കും, നീ ഒരനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. Thank you. We tend to think that the Old Testament, is just a shadow of the New Testament, and it's true. It is a shadow of the reality to come. നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് പുതിയ നിയമത്തിൻ്റെ ഒരു നിഴലാണ് പഴയ നിയമം എന്ന്. ശരിയാണ്, ഒരു നിഴലാണ്. എന്നാലും നമുക്ക് നമ്മുടെ ജീവിതത്തെ നയിക്കുവാനുള്ള പലതും അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. But just like the church is called to be a blessing to others, എന്നാൽ സഭ എങ്ങനെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരണമെന്ന് പറയുന്നു. it is always in the mind of God that when God calls someone, that person is to be a blessing to other people. ദൈവത്തിന്റെ മനസ്സിലുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് താൻ ആരെ വിളിക്കുന്നുവോ ആ വിളിക്കുന്ന വ്യക്തി മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരണമെന്നാണ്. I will bless you, Abraham, but I bless you so that you will be a blessing. അബ്രഹാമേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. അതെന്തിനാണ്? നീ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ കൂടിയാണ്. I will bless you, and through you all the families of the earth is going to be blessed. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, അതിലൂടെ ഈ മനുഷ്യജാതി മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. So it's not just for themselves that God is going to bless the people of Israel. The blessing of the people of Israel is so that their blessing may move from them to others. അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് മാത്രമായിട്ടല്ല അനുഗ്രഹം, അവരെ അനുഗ്രഹിക്കുന്നതിലൂടെ മറ്റുള്ളവരിലേക്കും ആ അനുഗ്രഹം കടന്നു ചെല്ലുവാനാണ്. And when we look at Exodus chapter 19 verse 5 and 6, പുറപ്പാട് 19:5-6. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജത്വവും വിശുദ്ധ ജനവുമാകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാകുന്നു. So here God is telling them that the people of Israel is going to be a kingdom of priests and a holy nation. ഇവിടെ ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകുമെന്ന്. So here we begin to see, like we saw last week, that we are called to be a group that will be a kingdom of priests, someone who will take care of one another, pray for one another, intercede for one another. That is the whole destiny of the people of Israel. കഴിഞ്ഞ ആഴ്ച നാം കേട്ടതുപോലെ നാം ഒരു പുരോഹിത രാജ്യത്വമായിരിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവർക്കായിട്ട് അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരായിട്ട്, അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരായിട്ട്, അവരെ ദൈവവചനത്തിൽ ഉറപ്പിക്കുന്നവരായിട്ട് മാറുന്ന ആ ഒരു ദൗത്യമാണ് നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ ഉള്ള സങ്കല്പം. Last week we looked at the theme of justice and righteousness. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നീതിയും നീതീകരണത്തെക്കുറിച്ച് നാം കേട്ടു. And we saw how God had designed certain laws that we will take care of one another. അപ്പോൾ നമ്മൾ കേട്ടൊരു കാര്യം, എങ്ങനെ മറ്റുള്ളവരെ നാം കരുതുന്നവരായി തീരും ഉറപ്പിക്കാൻ വേണ്ടി ദൈവം ചില നിയമങ്ങൾ, ചില പ്രമാണങ്ങൾ നമുക്കായി വെച്ചത് നാം കാണുന്നു. Right now we are going through, in India, we are going through a season of feasts, Holi, Ugadi, Good Friday, Easter. These are all in Indian mindset feasts. ഇപ്പം നമ്മുടെ ഭാരതത്തിൽ നാം നോക്കിയാൽ ഒരു ഉത്സവ കാലമാണിത്. ഹോളി അങ്ങനെയുള്ള പലതരം ഉത്സവങ്ങൾ കൊണ്ടാടുന്ന ഒരു വേളയാണിത്. But among the Jews also they had feasts. അതേമാതിരി യഹൂദരുടെ ഇടയിലും ഉത്സവങ്ങൾ ഉണ്ടായിരുന്നു.
But usually when we have feasts, we as a family, we enjoy, we will think in terms of a Christmas time or some time where, birthday, and the whole family will get together, have a cake or something and enjoy. ഉത്സവം എന്ന് പറയുന്നത് ഒരു ആഘോഷവേളയാണ്. നമുക്കെല്ലാം പറയാം, നാം പല ക്രിസ്മസ് ആകട്ടെ അങ്ങനെ പലതും നാം ആഘോഷിക്കാറുണ്ട്. എല്ലാവരും വളരെയേറെ ആഹ്ലാദിക്കുന്ന ഒരു സമയമാണത്. But please look at Deuteronomy chapter 16, 10 to 12, please. നമുക്ക് ആവർത്തന പുസ്തകത്തിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ കാണാം. എന്നിട്ട് നിന്റെ ദൈവമായ യഹോവയ്ക്ക് വാരോത്സവം ആചരിച്ചു. നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചതിന് തക്കവണ്ണം നിന്റെ സ്വമേധാദാനങ്ങൾ അവൻ അർപ്പിക്കണം. നിന്റെ ദൈവമായ യഹോവ തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വച്ച് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ ദാസനും ദാസിയും നിന്റെ പട്ടണങ്ങളിലുള്ള ലേവ്യനും നിന്റെ ഇടയിലുള്ള പരദേശിയും അനാഥനും വിധവയും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ സന്തോഷിക്കണം. നീ മിസ്രൈമിൽ അടിമയായിരുന്നു എന്ന് ഓർത്ത് ഈ ചട്ടങ്ങൾ പ്രമാണിച്ചു നടക്കണം. It's an amazing passage. I had not actually noticed this passage before. വളരെ വിസ്മയകരമായ ഒരു വേദപുസ്തക ഭാഗമാണ് നാം കേട്ടത്. ഞാനിത് ആദ്യം നേരത്തെ അത്ര ശ്രദ്ധ കൊടുത്തിട്ടില്ലായിരുന്നു. What it's saying is, even when you actually have a feast in your home, you need to call the alien or someone who's from another culture, another country, the poor, the orphan, and you are not to celebrate it yourself. You are to bring all the needy people into your home and celebrate it with them. ഇവിടെ എന്താ പറയുന്നത്, നിങ്ങൾ ഒരു ഉത്സവം ആഘോഷിക്കുമ്പോൾ അത് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കിടയിൽ ഒതുക്കാതെ നിങ്ങളുടെ ചുറ്റിനുമുള്ള ആവശ്യത്തിലായിരിക്കുന്നവരെ, ഇവിടെ പറയുന്നത് ലേവ്യനെയും പരദേശിയെയും അനാഥനെയും വിധവയും വിമോചനം, അവർക്കെല്ലാം അങ്ങനെ ഉള്ളവരെ എല്ലാം വിളിച്ച് കൂടെ ചേർക്കണം, ഈ ആഘോഷത്തിൽ പങ്കാളികളാക്കണം, ഉള്ളത് പങ്കുവയ്ക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. Verse 9 to 12, which was just read, is about the festival of weeks. 9 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളിൽ ആ ആഘോഷത്തിന്റെ ആ ആഴ്ചവാരം എങ്ങനെ ആയിരിക്കണമെന്ന് പറയുന്നു. But 13 to 15 is about the feast of booths, കൂടാര പെരുന്നാൾ. Okay. എന്നാൽ 13 തൊട്ട് 15 വരെ ആ കൂടാര പെരുന്നാളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. And even that, the word Lord very clearly tells them, you are not to celebrate it just yourself. Bring in the poor, bring in the orphan, bring in the widow, bring in the foreigner. All of you together should celebrate it. ഇവിടെയും പറയുന്നു, നിന്റെ ദാസനെയും ദാസിയെയും നിന്റെ വീട്ടുകാരെ കൂടാതെ നിന്റെ മക്കളെയും ഭാര്യയും കൂടാതെ അങ്ങനെയുള്ള എല്ലാവരെയും വിളിച്ചു വരുത്തി അതിൻ്റെ ആനന്ദത്തിൽ ആ ആഘോഷത്തിൽ അവരെയും പങ്കാളികളാക്കുക. Now I want you to look at another passage which for me was very interesting. Deuteronomy chapter 26 verse 12. ആവർത്തന പുസ്തകത്തിന്റെ 26-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം നോക്കാമെന്ന്. ദശാംശം എടുക്കുന്ന കാലമായ 3-ാം സംവത്സരത്തിൽ നിന്റെ അനുഭവത്തിലൊക്കെയും ദശാംശമെടുത്ത് ലേവ്യനും പരദേശിയും അനാഥനും വിധവയും നിന്റെ പട്ടണങ്ങളിൽ വച്ച് തൃപ്തിയാം വണ്ണം തിന്മാൻ കൊടുത്തു തീർന്ന ശേഷം നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ പറയേണ്ടതെന്തെന്നാൽ, നീ എന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പന പ്രകാരമൊക്കെയും ഞാൻ വിശുദ്ധമായത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ലേവ്യനും പരദേശിക്കും അനാഥനും വിധവയ്ക്കും കൊടുത്തിരിക്കുന്നു. ഞാൻ നിന്റെ കൽപ്പന ലംഘിക്കുകയോ മറന്നു കളയോ ചെയ്തിട്ടില്ല. Okay, thank you. You see, it's an amazing set of passages. I wish we begin to read these passages, because here, when we think of giving offering and tithes to the Lord, we usually think it is what goes in that box. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഈ ദശാംശം എന്ന് പറഞ്ഞാൽ അത് ഇവിടെ സഭയിൽ വെച്ചിരിക്കുന്ന ആ നേർച്ചപ്പെട്ടിയിൽ വീഴേണ്ട ഒരു കാര്യമാണെന്നാണല്ലോ. But when you look at the scriptures, you find that this is something to be given not just in the temple and the Levite, but to the poor, the orphan, the alien, the widow, the fatherless, and everyone. എന്നാൽ തിരുവെഴുത്തുകൾ പരിശോധിച്ചാൽ അത് ദേവാലയത്തിലും ലേവ്യനും മാത്രം കൊടുക്കാനുള്ളതല്ല, മറിച്ച് പാവപ്പെട്ടവനും വിധവയ്ക്കും അതുപോലെ ആവശ്യത്തിലായിരിക്കുന്ന ആളുകൾക്ക് കൂടി കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. If you continue reading, നമ്മളത് താഴോട്ട് വായിച്ചു പോയാൽ God gives them the reason
അതിനുള്ള കാരണം കൂടി ദൈവം പറഞ്ഞു കൊടുക്കുന്നു. Because I take care of the poor and the widow and the orphan. എന്താണ് കാരണം? കാരണം ദൈവമായ ഞാൻ ഈ പാവപ്പെട്ടവരെയും വിധവകളെയും കരുതുന്നവനാണ്. You see, so we have to reflect him. We have to be like our father. അപ്പോൾ നാം വിശ്വാസികളായ നമ്മൾ ആ ദൈവത്തെയാണ് മറ്റുള്ളവർക്ക് മുന്നിൽ അവൻ്റെ പ്രതിബിംബങ്ങളാകാനുള്ളവരാണ്. അതുകൊണ്ട് അവനെ പോലെ ഉള്ള പ്രവൃത്തിയിലായിരിക്കും അവൻ്റെ A community of people who reflect the heart of God and the standards of God. ദൈവത്തിൻ്റെ ഹൃദയത്തെയും അവൻ്റെ മാനദണ്ഡങ്ങളെയും ആയിരിക്കണം നമ്മിൽ നിന്നും മറ്റുള്ളവർ നമ്മളിൽ കാണേണ്ടത്. Another passage I want to remind you, I've mentioned it a couple of times, is Psalm 67, where it says, we won't read it, we will not read it. It says, God, our God blesses us. God blesses us. That all the ends of the earth may fear him. Blessing is not just for us. Blessing is for others also. മറ്റൊരു ഭാഗം എനിക്ക് പറയാനുള്ളത്, ഞാൻ പലപ്പോഴും പറയുന്നതാണ് സങ്കീർത്തനം 67. അതിലിങ്ങനെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, പ്രകാശിക്കുമാറാകട്ടെ, അവൻ്റെ മുഖം നമ്മിൽ പ്രകാശിക്കുമാറാകട്ടെ എന്നിങ്ങനെ നാം വായിച്ചു കേൾക്കുന്നു. But for the reason God blesses us, that others may know God. പക്ഷേ എന്തിനാണ് അങ്ങനെ അവൻ നമ്മളോട് പറയുന്നത്? അതിലൂടെ മറ്റുള്ളവർ അറിയേണ്ടതിന് തന്നെ എന്ന് പറയുന്നത്, അവൻ്റെ രക്ഷ സകല ജാതികളുടെ ഇടയിലും അറിയേണ്ടതിന് തന്നെ. So the blessing of God has a missional emphasis. The blessing of God has a purpose of missions. അപ്പോൾ ഈ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കെല്ലാം തന്നെ ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്, അതിനൊരു ദൗത്യമുണ്ട്. And that mission is that others get to know God. എന്താണ് ആ ദൗത്യം? അവൻ്റെ രക്ഷ മറ്റുള്ളവരെ അറിയേണ്ടതിന് തന്നെ എന്നുള്ളത്. A group of people whose blessing also results in others getting to know God. അപ്പോൾ ഒരു കൂട്ടം ആളുകൾക്ക് ലഭിക്കുന്നതായ അനുഗ്രഹത്തിലൂടെ മറ്റുള്ളവർ ദൈവരക്ഷയെക്കുറിച്ച് അറിയാനും ഇടയാകുന്നു. So it's not just that we continue to get blessed so that we can build bigger home, bigger home, bigger home and bigger home, but we continue to get blessed because through our lives others are going to get blessed. നമുക്ക് തുടർച്ചയായിട്ട് അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആസ്തികൾ വർദ്ധിപ്പിക്കാനല്ല, മറിച്ച് മറ്റുള്ളവർ അതിലൂടെ ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം അതിനുവേണ്ടി മാത്രമാണ്. Another point that I wanted to point out to you, and I'm not going to read again, is that Israel was called to be a light to the nations. മറ്റൊരു കാര്യം നിങ്ങളോട് പറയാം, ആ തിരുവെഴുത്തുകളിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ ലോകത്തിന് ഒരു വെളിച്ചമായിരിക്കുവാനായിട്ട് ഇസ്രായേൽ വിളിക്കപ്പെട്ടിരിക്കുന്നുള്ള കാര്യമാണ്. Isaiah 49:6, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49:6 വാക്യം, Isaiah 42:6, 42:6 വാക്യം, and chapter 60 verse 3. അതിൽ 60:3 വാക്യം. So we'll just read one verse, chapter 42 verse 6. നമുക്ക് അതിനകത്ത് 42:6 വാക്യം ഒന്ന് വായിക്കാം. Isaiah 42:6. 42 അധ്യായത്തിന്റെ 6. കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗൃഹത്തിൽ നിന്നും വിടുവിപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. മുമ്പോട്ട്. ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും, നിന്നെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവുമാക്കും. Okay. So the people of Israel were to be a light, were to be a group of people who will lead others from darkness to light. The same thing Jesus says, God has told the people of Israel, the people of God in the Old Testament. യേശു പറഞ്ഞ അതേ കാര്യം ഇവിടെ പഴയ നിയമത്തിലെ ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞിരിക്കുന്നത് കാണുന്നു. നിങ്ങൾ ജനത്തെ അന്ധകാരത്തിൽ നിന്നും പുറത്ത് വിടുവിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നു. And there's a messianic kingdom coming, a kingdom where there's going to be righteousness and justice and peace, and the people of Israel were looking forward to this. അതുകൊണ്ട് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പുതിയ ഒരു രാജ്യം ഇവിടെ ഉണ്ടാകാൻ പോവുകയാണ്, നീതിയുടേതായ ഒരു രാജ്യം. ആ രാജ്യത്തിലേക്ക് ഉള്ള ആദ്യത്തെ ചുവടുവയ്പായിട്ടാണ് നാം ഇങ്ങനെയുള്ളവരെ പുറത്തേക്ക് കടത്തിക്കൊണ്ടുവരാനുള്ള കടമ നമ്മിൽ ദൈവം തരുന്നത്. Okay, so Jesus comes and he, through his death and resurrection, a new community of people, the church is born. അങ്ങനെ യേശുവിൻ്റെ മരണത്തിലൂടെയും ഉയർപ്പിലൂടെയും ഒരു പുതിയ സമൂഹം അവിടെ പിറവി കൊള്ളുകയാണ്, ഒരു വിശ്വാസ സമൂഹം. You see, when we read the passage in 2 Corinthians chapter 5 verse 17, if anyone is in Christ is a new creation, the old has passed away, the new has come. We usually think of it only about ourselves.
നാം സെക്കൻഡ് 2 Corinthians 5:17. 2 കൊരിന്ത്യർ 5:17 പറയുന്നു, പഴയത് മാറി പുതിയത് വന്നിരിക്കുന്നു, നാം ഒരു പുതിയൊരു ജന്മം നമുക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്ന ആ ഭാഗത്തിലൂടെ എല്ലാം പുതുതായി തീർത്തിരിക്കുന്നതായിട്ട് നാം കാണുന്നു. And we always focus on ourselves. It's all self-centered, that we make that word self-centered. പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു കുഴപ്പമെന്ന് പറയുന്നത് നാം എപ്പോഴും നമ്മിലേക്ക് മാത്രം നോക്കുന്നവരായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ Old has gone, new has come. I am brand new. Praise God. ഇനി Oh, മുതൽ thank you. Amen. ആ പഴയ ആ വ്യക്തി ഇല്ലാതായി പുതിയ വ്യക്തിയായിട്ട് ഞാൻ മാറി, പുതിയ സൃഷ്ടിയായി ഞാൻ മാറിയിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം നമ്മിലേക്ക് വരണം. But that's not the context of the words. The context doesn't say that. പക്ഷേ ഈ വചനത്തിന്റെ സന്ദർഭം അതല്ല, അവിടെ അങ്ങനെ പറയുന്നില്ല. From now on, we recognize no one according to the flesh, verse 16. Even though we have known Christ this way, we do not see him this way any longer. That is, he's saying, we do not look at Jesus the way we looked at him before. ഇവിടെ പറഞ്ഞു വരുന്നതിന്റെ സാരം എന്ന് പറയുന്നത്, നാം എങ്ങനെയാണോ യേശുവിനെ അതുവരെ കണ്ടിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പുതിയൊരു കാഴ്ചപ്പാടിന് നാം യേശുവിനെ സംബന്ധിച്ച് ഉടമകളായി തീരുകയാണ്. So I am no longer the same as before. അപ്പൊ ഞാൻ ഇനി ഒരിക്കലും ഞാൻ മുൻപായിരുന്നത് പോലെയുള്ള ഒരു വ്യക്തിയെ അല്ല, ഞാൻ പുതിയ സൃഷ്ടിയാണ്. My perspective is different. എന്റെ ആ കാഴ്ചപ്പാടുകൾ തന്നെ മാറിയിരിക്കുന്നു. I am different in the way I look at things and the way I look at other people. ഞാൻ മറ്റുള്ളവരെ നോക്കുന്നതും മറ്റുള്ളവരെ കുറിച്ച് എന്റെ ധാരണകളും എല്ലാം മാറിയിരിക്കുന്നു, പുതുതായിരിക്കുന്നു. You see, and this is the perspective we need to have. Now that I am new in Christ, I look at every situation differently. ഈ ഒരു ബോധ്യമാണ് നമുക്ക് എവർക്കും വേണ്ടത്. ഇനി മുതൽ ഞാൻ ഓരോന്നിനെയും വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. ഇതുവരെ കണ്ടതുപോലെ അല്ല, പുതിയ ഒരു വെളിച്ചത്തിലൂടെയാണ് ഞാൻ ഇനി കാര്യങ്ങൾ കാണുന്നത്. Till now, Jeffy was the center of my life. ഇന്ന് വരെയും ഞാൻ എന്ന വ്യക്തിയായിരുന്നു എന്റെ കാര്യങ്ങളിൽ ഞാൻ എപ്പോഴും മുൻഗണന കൊടുത്തിരുന്നു. No more. ഇനി ഒരിക്കലും അങ്ങനെയല്ല. I looked at Stalin as someone who was not too good. ഞാൻ ഇതുവരെ എന്നെ മറ്റൊരാളെ കുറിച്ച് ഞാൻ വളരെ മോശമായിട്ടാണ് ഞാൻ എന്റെ ധാരണകൾ ചിന്തിച്ചിരുന്നത്. No more. ഇനി ഒരിക്കലും ഇനി മുതൽ ഞാനിപ്പോൾ ഒരു പുതിയ സൃഷ്ടിയാണ്. You see, I look at everything differently. അതുകൊണ്ട് എല്ലാത്തിനെയും കുറിച്ച് ഞാൻ പുതുതായ ധാരണകളും കാഴ്ചപ്പാടുകളും. My attitude is different. എന്റെ മനോഭാവങ്ങൾ മാറിയിരിക്കുന്നു. I am the salt and light of the world. ഞാനിപ്പോൾ ഈ ലോകത്തിന്റെ ഉപ്പും വെളിച്ചവുമായി തീർന്നിരിക്കുന്നു. My life now, from now onwards, is to be a blessing to other people. ഇന്നു മുതൽ ഞാൻ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരേണ്ടവനാണ്. I am moving away from self-centeredness to being a blessing to other people. ഞാൻ ആ സ്വാർത്ഥതയിൽ നിന്ന് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുന്ന ആ ഇടത്തേക്ക് ഞാൻ എന്നെ തന്നെ മാറ്റി പ്രതിഷ്ഠിക്കുന്നു. I am taking the life of Jesus seriously. ഞാൻ യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ ഗൗരവമായി തന്നെ ഇന്നു മുതൽ the life that he gives to me, I need to take that seriously so that it multiplies within me and flows to other people. എനിക്ക് അവൻ പകർന്നതായ പ്രകാശം ഞാൻ അതിന്റേതായ ഗൗരവത്തിൽ എടുത്തുകൊണ്ട് അത് എന്നിലൂടെ മറ്റുള്ളവരിലേക്കും പകരുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. You know, friends, if only you read through the history of our nation. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ രാജ്യത്തിന്റെ ചരിത്രം പഠിച്ചെങ്കിൽ മാത്രമേ you will begin to see how men and women of God who live for Jesus, they were not simply people who got baptized and happy within the church. യേശുക്രിസ്തുവിനായിട്ട് ആ വിശ്വാസത്തിലേക്ക് വന്ന ആ ആളുകൾ അവർ ചുമ്മാ ഒരു ലളിതമായ ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു സ്വാർത്ഥപരമായ ജീവിതം നയിക്കുന്നവരായിരുന്നില്ല. Everyone whose names you remember, I mean, there are some others who live for themselves and we don't remember the names at all. ഇന്ന് നാം ആ വിശ്വാസ പുരുഷന്മാരായിട്ട് നാം ഓർക്കുന്നവരായ ആ ആളുകളെ സംബന്ധിച്ച് they lived for God in such a way their lives were being poured out for God. അവര് ദൈവത്തിന് വേണ്ടി ജീവിച്ചു, രാജ്യത്തിന്റെ ആ സ്ഥാപനത്തിനായിട്ട് നിലകൊണ്ടു. അതുകൊണ്ട് അവർ ഇന്നും നമ്മുടെ ഓർമ്മകളിൽ ജീവിക്കുന്നു. When you look at a man like William Carey എന്ന് പറയുന്ന ആളുടെ കാര്യം എടുക്കുക. When you look at a person like Amy Carmichaelന്റെ കാര്യം എടുക്കുക. You look at a woman of God who in Kedgaon started something called Mukti Mission, Pandita Ramabai. പണ്ഡിറ്റ് രമാബായി എന്ന് പറഞ്ഞ ആ വനിത അവരെ തുടങ്ങി വെച്ച മുക്തി മിഷൻ, അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ I think of a woman called Eliama woman who happens to be our pastor's great grandmother. നമ്മുടെ പാസ്റ്ററിന്റെ തന്നെ വല്യമ്മച്ചിയായിരുന്ന ഏലിയാമ grandfather's mother. You know, these people were people who the lives of Jesus transformed their lives, but they were not just sitting around. They were out there blessing people left, right, center.
അവരുടെ ജീവിതം യേശുക്രിസ്തു സ്പർശിച്ചു. അത് ജീവിതം കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും മാറിക്കഴിഞ്ഞപ്പോൾ അവരവരുടെ ഭവനങ്ങളിൽ നിന്നും വിട്ട് പുറത്തേക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി കൂടുതലായിട്ട് വെളിച്ചം പകരുന്നവരായി തീർന്നു. Looking beyond themselves to what God wanted them to do in blessing other people. അവരുടെ കാര്യങ്ങളെ രണ്ടാമതായി കണ്ടുകൊണ്ട് ദൈവം അവരിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുൻഗണന കൊടുത്തുകൊണ്ട് അവർ മുന്നോട്ടിറങ്ങി. Reflecting the heart of the Father, reflecting the life of Jesus. പിതാവായ ദൈവത്തിന്റെ ഹൃദയത്തെ കാണിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ മാതൃകയാക്കിക്കൊണ്ട് അവർ പ്രവർത്തിച്ചു. This is not a legalistic thing. This is not something I am sharing that everyone feels condemned if you are not involved. No. To each one of you, the grace will be given according to the measure of God's life in you, that everyone can get involved in some measure or the other. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്തെങ്കിലും ഒരു നിയമത്തിൻ്റെതായ ഒരു പ്രശ്നമല്ല, ഒരു വിശ്വാസപരമായൊരു അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലല്ല ഞാൻ പറയുന്നത്. മറിച്ച് നമ്മൾക്ക് ഓരോരുത്തർക്കും ചെയ്യുവാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അത് നമ്മൾ ചെയ്യണം മറ്റുള്ളവർക്ക് വേണ്ടി. Out of the overflow of the life of God and the love of God from our lives, those who really met with God, from their lives will flow rivers of living water. യേശുക്രിസ്തുവിനെ തീർച്ചയായും നിങ്ങൾ യഥാർത്ഥമായും കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ സ്നേഹവും അവൻ്റെ ജീവിതവും നിറഞ്ഞിട്ട് നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് കവിഞ്ഞൊഴുകുക തന്നെ ചെയ്യും. Yesterday we had a cell group. ഇന്നലെ ആയിരുന്നു ഞങ്ങളുടെ സെൽ ഗ്രൂപ്പ് മീറ്റിംഗ്. And Mary Auntie was sharing with us how she learned so much from her mother-in-law, the matriarch of Western Medical Family. You know, when she came married and came here she came from Mysore. Mary Auntie grew up in Mysore. How she saw her mother-in-law being such a blessing to people. Lepers would come to her home constantly, and this Ammachi would care for them, cook for them, give for them, and give clothes to them. And she was such a blessing in Kollam, here. ഇന്നലെ ഞങ്ങളുടെ സെൽ ഗ്രൂപ്പ് മീറ്റിങ്ങിൽ മേരി ആൻറ്റി ഒരു സാക്ഷ്യം പറഞ്ഞു. അതിലൂടെ ഇങ്ങനെയാണ് പറഞ്ഞത്, എങ്ങനെയാണ് തൻ്റെ അമ്മായിയമ്മ ഒരു അനുഗ്രഹമായി മറ്റുള്ളവർക്ക് തീർന്നതെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ തനിക്ക് സാധിച്ച കാര്യമാണ് അവിടെ പറഞ്ഞത്. നമുക്കറിയാവുന്നല്ലേ, വെസ്റ്റേൺ മെഡിക്കൽസിൻ്റെ ആ കുടുംബത്തിലെയാണ് മേരി ആൻറ്റി വരുന്നത്. കർണാടകയിൽ ജനിച്ച് വളർന്നു ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ആ ഭവനത്തിലേക്ക് യാചകർ, കുഷ്ഠരോഗികൾ, അങ്ങനെയൊക്കെ വരുന്നവർ എല്ലാവർക്കും തന്നെ അവർക്ക് വേണ്ടത് അറിഞ്ഞ് വസ്ത്രവും ആഹാരവും എല്ലാം കൊടുത്ത് ഒരു മുന്തിയ പരിഗണന കൊടുത്ത് വിടുന്ന കാഴ്ച ഇവർക്ക് കാണുവാൻ സാധിച്ചു. Many of you may also be able to remember your grandparents and others doing this, but I'm reminding you one or two more testimonies that came yesterday. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉദാഹരണമായിട്ട് പറയുന്നു. പക്ഷെ നിങ്ങളുടെ ഉള്ളിലും നിങ്ങളുടെ ഭവനത്തിലെ നിങ്ങളുടെ വല്യമ്മച്ചിയും അല്ല അപ്പച്ചനും ഒക്കെ ഇങ്ങനെ ഓരോരുത്തർക്ക് ദാനം ചെയ്യുന്ന ആ കാഴ്ചകൾ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടാവാം. Thomas was sharing how in his need members of this church and other believers helped in an amazing way. So there is even within ourselves such an expression of reaching out and helping one another. അതിൽ തോമസ് അതുപോലെ പങ്കുവെക്കുമായിരുന്നു, താനൊരു ആവശ്യത്തിലായി ഇരുന്നപ്പോഴൊക്കെയും എങ്ങനെ ഈ സഭയിലെയും മറ്റ് ആളുകളുമൊക്കെ എത്രമാത്രം തന്നെ സഹായിച്ചു എന്നുള്ള കാര്യം അവിടെ സാക്ഷ്യം പറഞ്ഞു. Deepa was sharing how when she was growing up, she grew up with the constant sight of her mother, Sumama Auntie or Amma, who was instrumental in the beginning of this church, to start this church. Instrumental in Amma was almost seasonally used to have people queue up literally to give food and clothes to people who did not have. അതിൽ ദീപ ഇങ്ങനെ പറയുമായിരുന്നു, നമ്മുടെ ഈ സഭയുടെ തന്നെ തുടക്കത്തിന് കാരണക്കാരിയായ സുമാമച്ചിയുടെ ആ ഒരു ശീലത്തെക്കുറിച്ച് അവിടെ പറഞ്ഞു. അവരും ആരംഭം തൊട്ടേ തന്നെ തങ്ങളുടെ കുട്ടിക്കാലം തൊട്ടേ തന്നെ ഒരുപാട് പേര് അവിടെ വരികയും ഈ അമ്മയുടെ ആതിഥ്യം സ്വീകരിക്കുകയും അവർക്ക് വസ്ത്രങ്ങളും ഭക്ഷണവും ഒക്കെ കൊടുക്കുന്നതും ഒക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് തന്നെ ആളുകൾ നിന്ന് അത് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചകൾ കണ്ട കാര്യങ്ങളൊക്കെ ഇന്നലെ ഓർമ്മയിൽ എടുത്തു പറഞ്ഞു. Now all of us hearing these stories would say, oh, I wish I could do that. ഇപ്പം നമ്മൾ ആഗ്രഹിയോ എനിക്കും അങ്ങനെയൊക്കെയോ ആയിരുന്നെങ്കിൽ, എനിക്കും ഇങ്ങനെ കൊടുക്കുന്ന ഒരാളായി മാറിയെങ്കിലെന്ന് ഒരുപക്ഷെ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാവും. There's nothing stopping me or you from beginning to live this life. ഞാൻ പറയട്ടെ, അങ്ങനത്തെ ഒരു ജീവിതം ആരംഭിക്കുന്നതിന് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നതായിട്ട് ഒന്നും തന്നെ ഇല്ലല്ലോ. But it calls for uncomfortable decisions, uncomfortable lifestyles. എന്നാൽ
അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് നമ്മുടെ ജീവിതത്തിലെ അസുഖകരമായ നമ്മുടെ ജീവിതത്തിൻ്റെ ചില സുഖസൗകര്യങ്ങൾ നമുക്ക് നിഷേധിക്കേണ്ടതായ സാഹചര്യങ്ങൾ ചിലപ്പോൾ നാം നേരിടേണ്ടി വന്നേക്കാം. When the priority becomes the will of God rather than our comfort. ദൈവഹിതത്തിന് നമ്മുടെ സൗകര്യത്തിനേക്കാൾ മുൻഗണന കൊടുക്കേണ്ടി വരുമ്പോൾ ചില ഇത്തരം അസൗകര്യങ്ങളൊക്കെ നാം ഫേസ് ചെയ്ത്. As I've been preparing this message, let me tell you, I felt very uncomfortable. I'm very honest with you. ഈ സന്ദേശം ഞാൻ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ എനിക്ക് തന്നെ എന്നിലേക്ക് തന്നെ നോക്കുമ്പോൾ എനിക്ക് തന്നെ വളരെ അസ്വസ്ഥത എനിക്കുണ്ടായി. Because I realize my life needs to change quite a lot. കാരണം എത്രമാത്രം ഞാൻ മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളത് എനിക്ക് ബോധ്യം. Maybe some of you sitting here may be also thinking that maybe your life needs to change a lot. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പ്രിയ സഹോദരി നിങ്ങളും അങ്ങനെ ഒരുപക്ഷെ ഒരു അസ്വസ്ഥത നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവും. Because you're called to be salt and light of the world. ഞാനിത് പറയാൻ കാരണം നാം ഈ ലോകത്തിന്റെ ഉപ്പും വെളിച്ചവുമായിരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. I was thinking, ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, if only every family in our church decides to help someone in need. ആവശ്യത്തിലായിരിക്കുന്ന ഒരാളെ സഹായിക്കാനായിട്ട് ഈ സഭയിലെ ഓരോ കുടുംബങ്ങളും തീരുമാനിക്കുകയാണെങ്കിൽ തന്നെ What a difference it will make. അത് എത്ര വലിയ ഒരു വ്യത്യാസമാണ് ആളുകളുടെ ജീവിതത്തിൽ. Maybe you say, well, I want to be, but I don't know anyone. ഒരുപക്ഷെ നിങ്ങളറിയാം, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് ആർക്കാണ് ആവശ്യം എന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. Well, if you are really lost to help, please come to Agape. We'll take you as a volunteer and we'll use you to help other people. അങ്ങനെ ഒരു ആഗ്രഹം ആർക്കെങ്കിലും ഉണ്ട്, ആളുകളെ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഗാപ്പയിലേക്ക് കടന്നു വരാം. അവിടെ ഞങ്ങൾ സഹായത്തിൽ ആവശ്യമുള്ളവരെ ആവശ്യത്തിൽ. There are many of you are already volunteering and helping through Agape. ഇവിടെയുള്ള ഒരുപാട് പേര് അഗാപ്പയിലൂടെ ഒരുപാട് പേർക്ക് സഹായം എത്തിക്കുന്നുള്ള കാര്യം ഞാൻ ഇവിടെ ഏറ്റു പറയട്ടെ. Oh, please don't get me wrong. I am not here trying to get volunteers for Agape. No, that's not the point. എന്നെ ആരും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ദയവായിട്ട്. ഞാൻ അഗാപ്പയ്ക്ക് വേണ്ടിയിട്ട് വോളണ്ടിയേഴ്സിനെ എടുക്കാൻ വേണ്ടിയിട്ടല്ല ഇത്. Wherever God has placed you, whatever situation God has put you in, there are people who need you. That is why God put you there. നിങ്ങൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെയൊക്കെ ആവശ്യത്തിലായിരിക്കുന്നവരുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ ദൈവം അവിടെ ആക്കി വെച്ചിരിക്കുന്നത്. I was just thinking, if only. ഞാനിങ്ങനെ ഓർക്കണം, അങ്ങനെ എന്താ സാധിച്ചെങ്കിൽ. If only every cell group takes on a project. ഓരോ സെൽ ഗ്രൂപ്പ്, നമ്മളിപ്പോൾ ഒരു വ്യക്തിയുടെ കാര്യം പറഞ്ഞാലേ, ഓരോ സെൽ ഗ്രൂപ്പായിട്ട് ഒരു പ്രത്യേക ഒരു പദ്ധതി ആവിഷ്കരിച്ചെങ്കിൽ. If only every group in our church, like Sunday school or teens or 20s, take on a project. നമ്മുടെ സഭയിൽ പല ഗ്രൂപ്പുകളുണ്ട്, യുവജനങ്ങളുടേതുണ്ട്, സൺഡേ സ്കൂളിൻ്റെ ഉണ്ട്. അങ്ങനെയുള്ള ഓരോ ഗ്രൂപ്പുകൾ അവരുടെ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രോജക്റ്റ്, ഒരു പദ്ധതി ഇട്ടെങ്കിൽ. I was thinking, if only the church in India lays down their lives for others. അതിൻ്റെ കുറച്ചുകൂടി ബാഹ്യമായ തലത്തിലേക്ക് പോയാൽ ഈ ഭാരത സഭ തന്നെ അങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്നാൽ. Friends, this was Indian church history. In Indian church history, the church continued to lay down their lives for other people. എന്നാൽ നമ്മുടെ ഭാരതീയ സഭാ ചരിത്രം ഇത് തന്നെയാണ്. സഭ ആരംഭിച്ചിടം തൊട്ട് ഇന്ന് വരെയും അനേകായിരങ്ങളെ അത് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, അനേകായിരങ്ങളിലേക്ക് യേശുവിനെ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ പ്രതിപുരുഷന്മാരായിട്ട് അവർ മാറി. But somehow we have lost that original impetus to be a blessing to society. എന്നാൽ ആ ആദ്യകാല ആ ഒരു തീവ്രത നമുക്ക് ഈ കാര്യത്തിൽ നിന്ന് മാറി ഒരു മന്ദത ബാധിച്ചിരിക്കുന്നതായിട്ട്. I remember Pastor Vinod and I going to Kandamal after the believers there went through persecution. ഒറീസയിലെ കണ്ടമാലിലേക്ക് ഞാനും പാസ്റ്റർ വിനോദം കൂടി പോയ ആ സാഹചര്യം ഓർക്കുകയാണ്. And I remember being in that in those camps where in a square tent like this there were sometimes 15 families. I mean, they were all must have been sleeping outside because they could all not sleep inside that tent. അവിടെ ചെറിയ ടെന്റുകളിൽ 10-15 കുടുംബങ്ങളാണ് അതിനകത്ത്. അവർ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പുറത്തെങ്ങാനും പോയി വെളിമ്പ്രദേശത്ത് കിടന്ന് ഉറങ്ങിയാലേ പറ്റത്തുള്ളൂ. But why I say this is there was a hospital next to where we went. ഞാനിത് പറയാൻ കാര്യം, ഞങ്ങൾ പോയതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ആശുപത്രി ഉണ്ടായിരുന്നു. Where missionaries were working and they were
Many doctors, many nurses, those buildings are all there, empty today because there's no one willing to go and serve. ആ കെട്ടിടങ്ങളൊക്കെയും ഇന്ന് വളരെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടെ ആരും പോകാൻ തയ്യാറല്ല. അവിടെ സേവനമനുഷ്ഠിക്കാൻ ആരും തയ്യാറല്ലാത്തത് കൊണ്ട് അതെല്ലാം ഇന്ന് ശൂന്യമായി കിടക്കുന്നു. Think what would happen if we truly decide to become salt and light of the world. നമ്മൾ സത്യമായും ഈ ലോകത്തിൻ്റെ ഉപ്പും വെളിച്ചവുമായി തീരുവാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നോ എന്നൊന്ന് ഓർക്കുക. This is God's master plan, that God chose a group of people through whom he would live and show his life to the rest of the world. ഇത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമാണ്. ഒരു കൂട്ടം ജനത്തെ താൻ തിരഞ്ഞെടുത്തിട്ട് അവരുടെ ജീവിതത്തിലൂടെ തന്നെ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുത്ത് അവരിലേക്ക് ദൈവസ്നേഹം കൊണ്ടുചെല്ലാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു. I still have around 5 minutes allotted to me. എനിക്കിനി 5 മിനിറ്റ് കൂടെ ഉണ്ടല്ലോ സംസാരിക്കാൻ. I just want you to think now. നിങ്ങൾ ഒന്ന് ചിന്തിക്കുക ഇതിനെക്കുറിച്ച്. I'm asking you to respond to what I spoke until now. നിങ്ങൾ ഇതുവരെ കേട്ട കാര്യങ്ങളെ കുറിച്ചൊന്ന് സ്വയം ശോധന ചെയ്യുക. Ask yourself, am I really willing to make certain uncomfortable decisions in my life? ചില അസുഖകരമായ തീരുമാനങ്ങൾ എടുക്കുവാൻ എനിക്ക് ശരിക്കും ഞാൻ സന്നദ്ധനാണോ? സ്വയം ചോദിക്കുക. As I was preparing this message and I was talking to Deepa, we had to sit down and we had to make certain decisions, and we made certain decisions. ഞാൻ ഈ സന്ദേശം തയ്യാറെടുക്കുമ്പോൾ ദീപയോടൊപ്പം ഇരുന്ന് ഞാനിത് ചർച്ച ചെയ്യുകയും ഞങ്ങൾ ഇതുപോലെ ഒരു സമയം ചെലവഴിച്ച് ചില തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. Maybe every week you may need to spend time to go out and be a blessing. Maybe every month you need to set aside something to bless someone, to help someone's education, maybe to give, to buy, to give of what you have. ഒരുപക്ഷെ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രത്യേക സമയം മാറ്റിവെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അല്പസമയം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം അവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുവാൻ, അവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുവാൻ, അവരുടെ ആവശ്യത്തിൽ ഒരു പങ്കാളിയായി തീരുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് നിങ്ങളൊന്ന് ശോധന ചെയ്യുക. I would encourage every one of you to take the next 2 minutes to just write down something in your phone or wherever it is, or something God has spoken to you, so that you won't forget it. ഈ 1-2 മിനിറ്റുകൾ എടുത്ത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ പേപ്പറിലോ പുസ്തകത്തിലോ എവിടെയെങ്കിലും ദൈവം നിങ്ങളോട് ഈ കാര്യത്തിൽ സംസാരിക്കുന്നതായിട്ടുള്ള ആ കാര്യങ്ങളൊന്ന് കുറിച്ചിടാനായിട്ട് ഞാൻ എല്ലാവരെയും ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ്. Take 2 or 3 minutes more. 2-3 മിനിറ്റ് നിങ്ങൾക്ക് എടുക്കാം. Jesus came and died on the cross, and his sacrifice gave us life. യേശുക്രിസ്തു കടന്നു വന്നു, അവൻ്റെ ജീവൻ ക്രൂശിൽ ബലി കൊടുത്തു, എന്നിട്ട് നമ്മളെ വീണ്ടെടുത്തു.
as we continue listening, can we ask, Lord, speak to me through your Spirit, that I may take decisions that will change, that will honor you and will change my life. നമ്മളത് കേട്ടുകൊണ്ടിരിക്കെ തന്നെ നമുക്ക് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. എന്നെ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുവാനായിട്ട് അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ എന്നോട് സംസാരിക്കണമേ, എന്നെ നയിക്കണമേ, നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. May people know Jesus through me. എന്നിലൂടെ മറ്റുള്ളവരെ യേശുവിനെ അറിയുവാൻ ഇടയാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. That their lives can be changed, that they can have an eternity with God. അവരുടെ ജീവിതം രൂപാന്തരം പ്രാപിച്ച് അവരെ നിത്യതയുടെ സന്തോഷം ദൈവത്തിൽ അനുഭവിക്കാൻ ഇടയാകട്ടെ അങ്ങനെ. But while I am here, help me to show the love of Jesus too. ഞാനിവിടെ ആയിരിക്കുന്നിടത്തോളം കാലം യേശുവിൻ്റെ സ്നേഹം അവരുടെ മുന്നിൽ അവർക്കായിട്ട് ഒരു മാതൃകയായി തീരുവാൻ എന്നെ സഹായിക്കണമേ. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Father, we thank you that you have spoken to us. പിതാവായ ദൈവമേ, ഇന്ന് ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് നന്ദി. Help us to act on those things we have heard and we have written down. ഞങ്ങളിന്ന് കേൾക്കുകയും അതിനെക്കുറിച്ച് ചിന്തിച്ച് ഇപ്പോൾ എഴുതി വെച്ചതായ കാര്യങ്ങളിൽ അത് പ്രാവർത്തികമാക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. Help us to be prepared to be uncomfortable. ആ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അസൗകര്യങ്ങൾക്കായിട്ട് തയ്യാറെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. Help us to imitate Jesus. യേശുവിനെ അനുകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. May the Spirit of the Lord lead us into your ways. പരിശുദ്ധാത്മാവ് അവിടുത്തെ വഴികളിലൂടെ ഞങ്ങളെ നടത്തുവാൻ ഇടയാക്കണമേ. In Jesus' name we pray. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.